തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കെയർ ഹോമിൽ ഉണ്ടായ കോളറ വ്യാപനത്തിന് ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യവകുപ്പ്. കൂടുതൽ പരിശോധനാ ഫലങ്ങൾ പുറത്തുവരാനുണ്ട്. സംസ്ഥാനത്ത് പ്രതിദിന പനിബാധിതർ 13,000-ന് മുകളിലാണ്. അതിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപനം രൂക്ഷം. ഇന്നലെ മാത്രം സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 13,600 പേർ. H1N1 ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്ത കേസുകളും വർദ്ധിക്കുന്നു. 164 പേർക്ക് ഡെങ്കിപ്പനിയും 45 പേർക്ക് H1N1ഉം 24 പേർക്ക് മഞ്ഞപ്പിത്തവും ഇന്നലെ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 8 പനിമരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് കോളറ ബാധിച്ചവരുടെ എണ്ണം 2ആയി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 25-കാരനാണ് ഇന്നലെ കോളറ സ്ഥിരീകരിച്ചത്. ആകെ 21 പേരാണ് രോഗലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മെഡിക്കൽ കോളേജിൽ 12 പേരും SAT ആശുപത്രിയിൽ 2ഉം ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ 7 പേരും ചികിത്സയിലുണ്ട്. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ഭിന്നശേഷി കെയർ ഹോമിലുണ്ടായ കോളറ വ്യാപനത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പിന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇന്നും നാളെയുമായി കൂടുതൽ സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന 14-കാരന് ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നുൾപ്പെടെ നൽകിയാണ് ചികിത്സ. ഒരാഴ്ചത്തെ വിദഗ്ധ ചികിത്സയ്ക്കു ശേഷം കുട്ടിക്ക് ആശുപത്രി വിടാനാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. എന്തായാലും ആ മരുന്ന് ഫലം കാണുന്നു എന്നുള്ളതാണ് പ്രതീക്ഷ. അത് എന്തായാലും ശുഭവാർത്തയാണ്. കാര്യം ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച പല മരണങ്ങൾ നമ്മൾ കണ്ടു. അതിനിടയിൽ ആരോഗ്യം മെച്ചപ്പെടുന്നു എന്ന വാർത്ത നൽകുന്ന സന്തോഷം ചെറുതല്ല.